പുത്തൻ വീടിന്റെ പാലുകാച്ചിന് പിന്നാലെ ചേച്ചിയുടെ കല്യാണവും ആഘോഷമാക്കിയിരിക്കുകയാണ് നടി നിമിഷ സജയൻ. ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ കുടുംബത്തെ തേടിയെത്തിയ വിശേഷങ്ങളുടെ ആഹ്ലാദ നിമിഷങ്ങളിലാണ് നിമിഷയും കുടുംബവും ഇപ്പോഴുള്ളത്. നിമിഷ സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമാണെങ്കിലും ചേച്ചിയും അമ്മയും അടക്കമുള്ള കുടുംബാംഗങ്ങൾ ആരാധകർക്ക് അത്ര പരിചിതമല്ല. നിതു സജയൻ എന്നാണ് നിമിഷയുടെ ചേച്ചിയുടെ പേര്. ഇപ്പോഴിതാ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹിതയായിരിക്കുകയാണ് നിതു. കാർത്തിക് ശിവശങ്കറിനെയാണ് നിതു വിവാഹം കഴിച്ചിരിക്കുന്നത്. ലളിതമായി നടന്ന ചടങ്ങിലാണ് വിവാഹവും മറ്റും നടന്നത്. സെറ്റ് ഡിസൈനിലുള്ള സാരിയിൽ നെക്ലേസും പാലക്കാമാലയും വലിയ കാശിമാലയും കൈകളിൽ ഒറ്റ വളകളുമാണ് ആഭരണങ്ങളായി ധരിച്ചിരുന്നത്. പുത്തൻ വീടിന്റെ പാലുകാച്ചിന് ഏതാനും അതിഥികളെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത്. വിവാഹത്തിനും അതുപോലെ തന്നെ ചുരുക്കം പേരെ മാത്രം ക്ഷണിച്ച് വധുവായി ഒരുങ്ങിയാണ് നിതുവും വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. അതേസമയം 3 മാസം മുമ്പാണ് നടി നിമിഷ സജയന്റെ അച്ഛൻ മരണത്തിനു കീഴടങ്ങിയത്. നടിയെയും കുടുംബത്തെയും കണ്ണീരിലാഴ്ത്തിയ ആ വാർത്തയുടെ വേദനയിൽ നിന്നും മറികടന്ന് മുന്നോട്ടു നീങ്ങിയ കുടുംബത്തിന് ഈ സന്തോഷ നിമിഷങ്ങൾ കാണാനും ഒപ്പം ചേരാനും അച്ഛനില്ലല്ലോ എന്ന സങ്കടം മാത്രമേയുള്ളൂ. അച്ഛൻ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിച്ച കൊതിച്ച നിമിഷങ്ങളിലൂടെയാണ് നിമിഷ സജയനും കുടുംബവും ഇപ്പോൾ കടന്നു പോകുന്നത്. കൊച്ചിയിലാണ് നിമിഷ തൻ്റെ പുതിയ വീട് സ്വന്തമാക്കിയത്. നടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനു സിത്താരയും നടൻ ഗണപതിയുമെല്ലാം ചടങ്ങിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. ജനനി എന്നാണ് നടി പുതിയ വീടിന് പേരിട്ടിരിക്കുന്നത്. ചടങ്ങിന് മെറൂൺ സാരിയുടുത്ത് കയ്യിൽ കുപ്പിവളകളിട്ട് നാടൻ സുന്ദരിയായി നിമിഷ ഒരുങ്ങിയപ്പോൾ ചേച്ചിയുടെ വിവാഹത്തിനും പച്ചക്കസവുള്ള മെറൂൺ സാരിയാണ് നിമിഷ തിരഞ്ഞെടുത്തത്. മകൾ സിനിമയിൽ തിളങ്ങുന്നതെല്ലാം അഭിമാനത്തോടെ കണ്ട അച്ഛനായിരുന്നു സജയൻ. മകൾക്ക് എല്ലാ പിന്തുണയും അദ്ദേഹം നൽകിയിരുന്നു. നിമിഷ സജയൻ മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതും എല്ലാം മുംബൈയിലാണ്. മുംബൈ താനെ ജില്ലയിലെ അംബർനാഥിലാണ് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന നടിയുടെ കുടുംബം താമസിച്ചിരുന്നത്. അവിടുത്തെ ക്ലാസിക് അപ്പാർട്ട്മെൻറ്റിൽ ഇണക്കവും പിണക്കങ്ങളുമൊക്കെയായി താമസിച്ചിരുന്ന ആ ചെറിയ കുടുംബത്തെ തേടി അപ്രതീക്ഷിത ദുരന്ത വാർത്തയായിരുന്നു ജനുവരി മാസത്തിൽ എത്തിയത്. കുറച്ചുനാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന അച്ഛനെ എങ്ങനെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നടിയും കുടുംബവും. അതിനിടയിലാണ് അദ്ദേഹത്തെ മരണം വിളിച്ചത്. 63-ാം വയസ്സിലാണ് സജയന്റെ മരണം സംഭവിച്ചത്. മുംബൈയിൽ വെച്ചായിരുന്നു അന്ത്യം. നാട്ടിൽ കൊല്ലം കടയ്ക്കൽ സ്വദേശിയായ സജയൻ വർഷങ്ങൾക്ക് മുന്നേ തന്നെ വളരെ ചെറുപ്പത്തിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി മുംബൈയിലെത്തുകയായിരുന്നു. തുടർന്ന് അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു. എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന സജയൻ രോഗബാധിതനായതോടെ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് നീങ്ങിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.